ഓക്കെ വെൽക്കം ബാക്ക് ഗൈസ്. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൽ കുറച്ച് പേരൊക്കെ കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ എന്താ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഫോർ എ കോയിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അത് ഞാൻ നിങ്ങൾക്ക് ഇനഫ് ടൈം തരികയാണ്. ഒന്നും കൂടെ ആ വീഡിയോ കാണുക. അഗെയിൻ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ആഴ്ചയിൽ വരുന്ന സെഷനിൽ തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും കൂടെ ഒരുമിച്ചാക്കിയിട്ട് കമ്പൈൻ ചെയ്ത് പറയുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത് എവിടെയായിരുന്നു? ഫ്ലെമിങ്സ് റൂൾ അല്ലേ? ഫ്ലെമിങ്സ് റൂളിൽ ഞാൻ പറഞ്ഞത് എന്താണ്? ഫ്ലെമിങ്സ് റൂള് 3 ക്വാണ്ടിറ്റീസിന്റെ ഡയറക്ഷനെ കണക്ട് ചെയ്യുന്ന ഒരു റൂളാണ് കറണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഫോഴ്സ് അല്ലേ? അതിൽ വീണ്ടും 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, റൈറ്റ് ഹാൻഡ് റൂളും ലെഫ്റ്റ് ഹാൻഡ് റൂളും. ഓക്കെ, റൈറ്റ് ഹാൻഡ് റൂള് എന്തിനെ ഉപയോഗിക്കുന്നു? കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. ലെഫ്റ്റ് ഹാൻഡ് റൂള് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. കറണ്ടിന്റെ ഈ 3 ക്വാണ്ടിറ്റീസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് depending upon the quantity we'll be choosing which rule we want. Okay, so if the quantity to be or the direction of current is to be found out, then direction of magnetic field and force is to be known to us. Okay, for left hand rule, if we want to find the direction of force, then we need to know the direction of magnetic field and current at first. അതായത് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും അറിഞ്ഞിരിക്കണം. അതേസമയം റൈറ്റ് ഹാൻഡ് റൂൾ എന്തിന്? കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും ഫോഴ്സും അറിഞ്ഞിരിക്കണം. ഓക്കെ, വിൽ സീ ഇൻ ഡീറ്റെയിൽ ദീസ് 2 റൂൾസ്. ഓക്കെ, സോ ഫസ്റ്റ് വിൽ ഗോ വിത്ത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. സോ ഇതിൽ നെയിം സജസ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ റൈറ്റ് ഹാൻഡ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. സോ വിൽ ബി യൂസിങ് ദ 3 ഫിംഗേഴ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ വിൽ ബി ദ തം, then the pointing finger or forefinger, then the middle finger. Okay, so we'll be using the 3 fingers. ഇതില് നമ്മൾ ഈ 3 ഫിംഗേഴ്സും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്കറിയണം. അത് റൈറ്റ് ഹാൻഡ് റൂൾ ആയാലും ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയാലും ഈ ഓരോ ഫിംഗേഴ്സും റെപ്രസെന്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അത് സെയിം തന്നെയാണ്. ഇൻ കേസ് ഓഫ് റൈറ്റ് ഹാൻഡ് റൂള് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എന്തിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്? കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലേ? സോ ഫസ്റ്റ് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് എടുക്കുക. റൈറ്റ് ഹാൻഡിലെ തമ്പ്, ഫോർ ഫിംഗർ അല്ലെങ്കിൽ പോയിന്റിംഗ് ഫിംഗർ, മിഡിൽ ഫിംഗർ, ഈ 3 ഫിംഗേഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട്, മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അന്യോന്യം 90 ഡിഗ്രി ഉണ്ട് എന്ന് വിചാരിക്കുക. എങ്ങനെ? ഓക്കെ, ഇതുമായിട്ട് ഒരു 90 ഡിഗ്രി, ഇവിടെ ഒരു 90 ഡിഗ്രി, ഇതിന് തമ്മിൽ ഒരു 90 ഡിഗ്രി, അങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ഹോൾഡ് ചെയ്യുക. അങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ ഈ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയെന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. തമ്പ് സൂചിപ്പിക്കുന്നത് മോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് എങ്ങോട്ടാണ്, ആ ഡയറക്ഷനെയാണ് തമ്പ് സൂചിപ്പിക്കുന്നത്. ഫോഴ്സ്, മൂവ്മെന്റ് വേണമെങ്കിൽ ഒരു ഫോഴ്സ് വേണം. അപ്പൊ ഫോഴ്സ് അല്ലെങ്കിൽ മൂവ്മെന്റ് അല്ലെങ്കിൽ മോഷൻ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് തമ്പായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫിംഗർ, ഫോർ ഫിംഗർ അല്ലെങ്കിൽ പോയിന്റിംഗ് ഫിംഗർ എന്തിനെ സൂചിപ്പിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡിനെയാണ് സൂചിപ്പിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഏത് സൂചിപ്പിക്കുന്നു? പോയിന്റിംഗ് ഫിംഗർ. ഇനി മൂന്നാമത്തെ ഫിംഗർ ആയ മിഡിൽ ഫിംഗർ സൂചിപ്പിക്കുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ ആയിരിക്കും. കറണ്ട് അകത്തോട്ടാണോ പുറത്തോട്ടാണോ അതിന് അനുസരിച്ചായിരിക്കും നമ്മൾ ഈ മിഡിൽ ഫിംഗർ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ ഒന്നും കൂടെ പറയുന്നു. തമ്പ് ഫോഴ്സ് അല്ലെങ്കിൽ മോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. നിങ്ങളുടെ പോയിന്റിംഗ് ഫിംഗർ അല്ലെങ്കിൽ ഫോർ ഫിംഗർ നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതിനെ പോയിന്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ പോയിന്റിംഗ് ഫിംഗർ വെക്കേണ്ടത്. ഇനി അതിനുശേഷം മിഡിൽ ഫിംഗർ വരുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ ദിശയിലേക്കായിരിക്കും നമ്മൾ മിഡിൽ ഫിംഗറിനെയും പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, so as I said earlier, the right hand rule is used to find the direction of current. So if we want to find the direction of current, first of all we should know the direction of magnetic field first,
ആൻഡ് ഫോഴ്സ്. സോ നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഫോഴ്സിന്റെയും ഡയറക്ഷൻ, അതായത് തമ്പ് എങ്ങോട്ട് നമുക്ക് ഏത് ഡയറക്ഷനിലാണ് വയ്ക്കേണ്ടത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ സൂചിപ്പിക്കുന്ന പോയിന്റിംഗ് ഫിംഗർ ഏത് ഡയറക്ഷനിലോട്ടാണ് വയ്ക്കേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് മൂന്നും 90 ഡിഗ്രി എന്നുള്ള രീതിയിൽ വച്ചു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത് തമ്പ് മോഷന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ മൂവ്മെന്റിന്റെ ഡയറക്ഷനിൽ നമ്മൾ പോയിന്റ് ചെയ്തു, ഫീൽഡിന്റെ ഡയറക്ഷനിൽ പോയിന്റിംഗ് ഫിംഗർ. അങ്ങനെയാണെങ്കിൽ മിഡിൽ ഫിംഗർ നിങ്ങൾക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു തരും. ഓക്കെ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇത് കറണ്ട് ആണ്. ഓക്കെ, കറണ്ട് അല്ലെങ്കിൽ EMF എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന്റെ ആപ്ലിക്കേഷൻ, റൈറ്റ് ഹാൻഡ് റൂളിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ജനറേറ്റേഴ്സിലാണ്. ജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്നത്, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീനെയാണ് നമ്മൾ ജനറേറ്റർ എന്ന് പറയുന്നത്. സോ ജനറേറ്റേഴ്സിലാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് റൂള് യൂസ് ചെയ്യുന്നത്. ഇത് ഓർത്തു വെക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ആർ എന്ന് പറയുന്നത് ജിയെ സൂചിപ്പിക്കുന്നു, RG. ഓക്കെ, RG ഞാൻ ഇങ്ങനെയാണ് ഓർത്തു വെക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിത് ഒരിക്കലും മറക്കത്തില്ല. RG അത് നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി എന്നാ രാജീവ് ഗാന്ധി എന്നാ എങ്ങനെ വേണോ ഓർത്തിരിക്കാം. ഓക്കെ, സോ റൈറ്റ് ഹാൻഡ് റൂള് ജനറേറ്ററിന്റെ ആപ്ലിക്കേഷൻസിലായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ജനറേറ്റർ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വിൽ ബി ദ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. സോ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എഗെയിൻ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ, നേരത്തെ റൈറ്റ് ഹാൻഡ് റൂൾ ആയിരുന്നു, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂളിലോട്ട് ഇതിൽ മാറുന്നു. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആകുമ്പോൾ ഒബ്വിയസ്ലി വിൽ ബി യൂസിങ് ദ ലെഫ്റ്റ് ഹാൻഡ്. ഇതില് ഇപ്പോഴും ഫിംഗേഴ്സ് പോയിന്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് സെയിം ആണ്. ഞാൻ പറഞ്ഞതുപോലെ തമ്പ് ഫോഴ്സിനെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ മൂവ്മെന്റിനെ സൂചിപ്പിക്കുന്നു, പോയിന്റിംഗ് ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു, മിഡിൽ ഫിംഗർ കറണ്ടിനെ സൂചിപ്പിക്കുന്നു. സോ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോഴ്സിനെ കണ്ടുപിടിക്കുക, ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും കറണ്ടിന്റെ ഡയറക്ഷനും അറിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താ പറയുന്നത് നോക്കാം. ഇഫ് യു hold our left hand with the 3 fingers in mutually perpendicular direction such that the forefinger will be in the direction of the magnetic field, the current or the middle finger will point in the direction of current, then the thumb will give you the direction of force. അതായത് ഈ ലെഫ്റ്റ് ഹാൻഡ് റൂളിലെ 3 വിരലുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുകയും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ പോയിന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ പോയിന്റിംഗ് ഫിംഗർ വെക്കുകയും കറണ്ട് പോകുന്ന ഡയറക്ഷന് അതേ ഡയറക്ഷനിൽ നമ്മുടെ മിഡിൽ ഫിംഗർ വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തമ്പ് ഏത് ഡയറക്ഷനിലോട്ടാണോ ഹോൾഡ് ചെയ്യുന്നത് അത് ഫോഴ്സിന്റെ ഡയറക്ഷന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ കുറച്ചും കൂടെ ഫർദർ ആയിട്ടുള്ളത് നമ്മൾ കാണാം, കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഇപ്പൊ കുറച്ചൊക്കെ ഡൗട്ട് ഉള്ളവർ കാണും, അത് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് നമ്മൾ വേറൊരു കാര്യം പഠിക്കുമ്പോഴത്തേക്കും അതിന്റെ ആപ്ലിക്കേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാൻ റൈറ്റ് ഹാൻഡ് റൂള് ഏതിന് ഉപയോഗിക്കുന്നു പറഞ്ഞു? RG അല്ലെ, RG റൈറ്റ് ഹാൻഡ് റൂള് ജനറേറ്ററിന്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂള് നമ്മൾ യൂസ് ചെയ്യുന്നത് മോട്ടോറിന്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും. മോട്ടറിന്റെ ആപ്ലിക്കേഷൻ, മോട്ടർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ, മെക്കാനിക്കൽ ഫോഴ്സ്. അതുകൊണ്ടാണ് മോട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? ലെഫ്റ്റ് ഹാൻഡ് റൂള് മോട്ടറിൽ അപ്ലൈ ചെയ്യുന്നു, മോട്ടർ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലത്ത് ഇത് മറന്നു പോകത്തില്ല. ഞാനൊക്കെ മിക്ക കാര്യങ്ങളും ഓർത്തിരിക്കാൻ ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ RG എന്ന് പറഞ്ഞില്ലേ, റൈറ്റ് ഹാൻഡ് റൂൾ ജനറേറ്ററിന്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ മോട്ടറിനായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും. ജനറേറ്റ് ചെയ്യുന്നത് കറണ്ട് ആണ്, അപ്പോഴത്തേക്ക് റൈറ്റ് ഹാൻഡ് റൂൾ കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ കഴിയും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ലോറൻസ് പ്രിൻസിപ്പിൾ. സോ ലോറൻസ് പ്രിൻസിപ്പിൾ ആണ് നമുക്കിനി നോക്കേണ്ടത്. So the statement of Lorentz principle goes like this:
Whenever a current carrying conductor is placed in the vicinity of a magnetic field, then the conductor experiences a force, and the force is given by F is equal to B into I into L into sine theta. സോ ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ലോറൻസ് പ്രിൻസിപ്പിൾ പറയുന്നത്, എപ്പോഴാണോ നിങ്ങൾ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ വിസിനിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ നിങ്ങൾ പ്ലേസ് ചെയ്യുകയാണ്. എന്ത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടക്ടറിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ എപ്പോഴൊക്കെയാണോ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ വിസിനിറ്റിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, അപ്പോഴൊക്കെ ആ കണ്ടക്ടർ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് F is equal to B into I into L into sin theta. ഇതിൽ എന്തൊക്കെയാണ് ഓരോ ക്വാണ്ടിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫോഴ്സ്, F എന്ന് പറയുന്നത് ഫോഴ്സ്, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെഷർമെന്റ്സിൽ വരുമ്പോഴത്തേക്കും വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ദ യൂണിറ്റ് ഓഫ് ദ ക്വാണ്ടിറ്റീസ്. ഓരോ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് വളരെയധികം പ്രധാനമാണ്. ആ യൂണിറ്റ് എന്ത് ഇതിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ ഹിയർ ദ F represents the force in Newton. B, the magnetic flux density. നിങ്ങൾ പഠിച്ചതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ Tesla. Or then we have the quantity I, that is current flowing through the conductor, whose unit will be amperes, represented with the letter A. Then L means the active length. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്റ്റീവ് ലെങ്ത്, ജസ്റ്റ് ലെങ്ത് അല്ല പറയുന്നത്, ആക്റ്റീവ് ലെങ്ത്. വിൽ സി വാട്ട് ഈസ് ആക്റ്റീവ് ലെങ്ത് ആഫ്റ്റർവേർഡ്സ്. ഓക്കെ, ആക്റ്റീവ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഇൻ മീറ്റർ. Then theta, the angle between direction of magnetic field and conductor. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും കണ്ടക്ടർ ഇരിക്കുന്ന പൊസിഷനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. സോ F എന്ന് പറയുന്നത് ഫോഴ്സ്, ന്യൂട്ടണിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, എക്സ്പ്രസ് ചെയ്യുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയറിൽ. I എന്ന് പറയുന്നത് കറണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നത് ആംപിയേഴ്സിൽ. L എന്ന് പറയുന്നത് ആക്റ്റീവ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, മീറ്റർ. ഇനി നമുക്ക് ഈ ആക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. സി, ഇവിടെ ഞാനിത് എക്സ് വൈ എന്നുള്ള രീതിയിലാണ് ഞാനിത് എടുക്കുന്നത്. ഇത് എക്സ് വൈ. ഓക്കെ, അതായത് ഈ പോയിന്റ് എക്സും ഈ പോയിന്റ് വൈ. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ സ്മോൾ എൽ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ എൽ കൊണ്ടാണ് ഞാൻ അതിന്റെ ടോട്ടൽ ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ആക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം പോർഷനാണോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ ഇരിക്കുന്നത്. സി, നിങ്ങൾ എക്സ് വൈ എന്ന് പറയുന്നത് ടോട്ടൽ ഇതാണ്. ഇതില് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ ഇരിക്കുന്നത് എത്രയാണ്? ഇത്രയും പോർഷൻസ് മാത്രമാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ ഇരിക്കുന്നത്. ആ ലെങ്തിനെയാണ് നമ്മൾ ആക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ എൽ കൊണ്ട് represent ചെയ്തത്. So what is active length? Active length is that part of length which is under the influence of the magnetic field. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ ഇരിക്കുന്ന പോർഷൻ അല്ലെങ്കിൽ അത്രയും ലെങ്തിനെയാണ് നമ്മൾ ആക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഞാൻ എന്താ പറഞ്ഞത്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും കണ്ടക്ടറും തമ്മിലുള്ള ആംഗിൾ. സി, ഞാൻ ഇവിടെ ഈ ഒരു ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് എടുത്തിരിക്കുന്ന B. ഓക്കെ,
ഈ ഒരു പൊസിഷനിലാണ് ഞാൻ എൻ്റെ കണ്ടക്ടർ വെച്ചിരിക്കുന്നത്, അതിൽ കൂടെ പോകുന്ന കറണ്ട് ആണ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ കണ്ടക്ടറും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, അപ്പം ഫോഴ്സ് ആയി, മാഗ്നറ്റിക് ഫീൽഡ് ആയി, കറണ്ട്, ലെങ്ത്, ആക്റ്റീവ് ലെങ്ത്, തീറ്റ, ആംഗിൾ. ഓക്കെ, അപ്പം അതിൽ നമുക്ക് അപ്പോഴത്തേക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു ഹോഴ്സ് ഷൂ മാഗ്നറ്റ് വെക്കുകയാണ്. ഹോഴ്സ് ഷൂ മാഗ്നറ്റ്, അപ്പം അതിനെന്താണ്, ഒരു നോർത്ത് പോളുണ്ട്, ഒരു സൗത്ത് പോളുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്. അതാണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഈ ആരോ വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയാണ്. അപ്പോഴത്തേക്കും ഞാൻ ഇതിനകത്ത് ഒരു ലൂപ്പ് വെച്ചിട്ടുണ്ട്. എ ബി സി ഡി എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ ലൂപ്പ് വെച്ചിരിക്കുകയാണ്. ലോറൻസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന്റെ വിസിനിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് ഈ ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണ്ടേ. ആ വോൾട്ടേജ് ഞാൻ എന്തിന്റെ രൂപത്തിൽ, ഒരു ബാറ്ററിയുടെ രൂപത്തിൽ ഇ എന്ന് പറയുന്ന ബാറ്ററി വോൾട്ടേജ് വെച്ച് ഞാൻ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും, ഈ പോസിറ്റീവിൽ നിന്ന് കറണ്ട് ഇറങ്ങി, അപ്പൊ കറണ്ട് ഐ ഇതുവഴി കയറി ഇതിൽ കൂടെ ചുറ്റി സി ഡിയിൽ കൂടെ ഇറങ്ങി തിരിച്ചെത്തുന്നു, അല്ലേ? ഇതാണ് കറണ്ട് ഐ എന്ന് പറയുന്നത്. സോ അപ്പൊ ലോറൻസ് പ്രിൻസിപ്പിൾ വെച്ച് ഇതിനകത്ത് നമുക്ക് എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യം ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടോ? ഉണ്ട്. എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ലൂപ്പ് മൊത്തത്തിലുണ്ട്. എ ബി എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ, സി ഡി എന്ന് പറയുന്ന വേറൊരു കണ്ടക്ടർ, ബി സി പക്ഷേ ഫീൽഡിന് വെളിയിലാണെന്ന് വിചാരിക്കുക നിങ്ങൾ. എ ഡി എന്ന് പറയുന്നത് ഫീൽഡിന് വെളിയിലാണ്. അപ്പൊ എ ബിയും സി ഡിയും ആണ് എന്ത്, ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ ഇരിക്കുന്ന കണ്ടക്ടേഴ്സ്, എ ബിയും സി ഡിയും. അപ്പൊ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഓക്കെയാണ്. ഇനി അടുത്ത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ എന്ന് നോക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമ്മളൊരു പെർമനന്റ് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. പെർമനന്റ് മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റ് അല്ല, പെർമനന്റ് മാഗ്നറ്റ്. അപ്പൊ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോകുന്ന ഫീൽഡ് ലൈൻസ് ഉണ്ട്. അപ്പം ലോറൻസ് പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ്, ഈ ഒരു ലൂപ്പിന് അല്ലെങ്കിൽ ഈ ഒരു കണ്ടക്ടേഴ്സിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ, അല്ലേ? അപ്പൊ നമുക്കതൊന്ന് കുറച്ചും കൂടെ ഒന്ന് എൻലാർജ്ഡ് വേർഷനിൽ നമുക്കൊന്ന് നോക്കാം. See, we have a permanent magnet whose north pole and south pole is like this. So, as we know, the direction of magnetic field will be from north to south. Okay, northil ninnu southilottaayirikkum magnetic field inde direction. appo njan ഇതിനകത്തൊരു ലൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയിട്ട് വരുന്ന ഒരു പാത്ത്. അപ്പം ഒരു ലൂപ്പ് ഞാൻ ഇതിനകത്ത് വയ്ക്കുകയാണ്, പ്ലേസ് ചെയ്യുകയാണ്, such that it is carrying a current which is supplied by a battery E. ഇപ്പൊ E എന്ന് പറയുന്ന ബാറ്ററി കാരണം ഈ ഒരു ലൂപ്പിനകത്ത് ഇത് ഒരു കംപ്ലീറ്റ് ക്ലോസ്ഡ് പാത്താണ്. അപ്പം ഒരു ക്ലോസ്ഡ് പാത്തിൽ നമുക്കൊരു വോൾട്ടേജ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ സ്വാഭാവികമായിട്ടും കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, ആ കറണ്ട് ഐ എന്ന് പറഞ്ഞ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. സോ കറണ്ട് ഐ എന്ന് പറയുന്നത് ഇവിടെ കൂടെ എൻ്റർ ചെയ്ത് ഇതിൽ കൂടെ പാസ് ചെയ്തു, ഇവിടെ കൂടെ തിരിച്ചിറങ്ങി, ഇവിടെ തിരിച്ച് ഐ എന്ന് പറയുന്ന കറണ്ട് തിരിച്ചു കയറും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്തിന്റെയൊക്കെ ഡയറക്ഷൻ നമുക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡിന്റെ അറിയാം. സോ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ എം എഫ് എന്ന് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്കറിയാം. പിന്നെ എന്തിന്റെ ഡയറക്ഷൻ അറിയാം, കറണ്ടിന്റെ ഡയറക്ഷൻ അറിയാം. ഇവിടെ ഇങ്ങോട്ടാണെന്നും താഴെയോട്ടാണെന്നും. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷനും നമുക്ക് അറിയാം. ഇനി നമുക്ക് അറിഞ്ഞുകൂടാത്ത ക്വാണ്ടിറ്റി എന്താണ്, ഇതിൽ നമ്മൾ പഠിക്കുന്നത് ലോറൻസ് ഫോഴ്സ് ആണ്, അല്ലെ? ലോറൻസ് പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ ലോറൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്, എപ്പോഴൊക്കെയാണോ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ അല്ലെങ്കിൽ വിസിനിറ്റിയിൽ ഇരിക്കുമ്പോൾ അതൊരു ഫോഴ്സ് എക്സ്പീരിയൻസ്. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ അതിന്റെ കൂടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാം, കറണ്ടിന്റെ ഡയറക്ഷൻ അറിയാം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്? ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ആർ ജി ജനറേറ്റർ അല്ലെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കുക, ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. എൽ എഫ് ലെഫ്റ്റ് ഹാൻഡ് റൂള് ഫോഴ്സിനും യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുക. അപ്പൊ എല്ലാവരും ചെയ്യേണ്ട കാര്യം, ഞാനിത് പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ എ ബി എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ ആദ്യം കൺസിഡർ ചെയ്യുക.
അപ്പൊ എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് അവിടെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെ അപ്ലൈ ചെയ്യും? നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് എടുത്തതിന് ശേഷം എന്തൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? തമ്പ് എന്തിനെ സൂചിപ്പിക്കും? ഫോഴ്സിനെ സൂചിപ്പിക്കും. പോയിന്റിംഗ് ഫിംഗർ അല്ലെങ്കിൽ ഫോർ ഫിംഗർ എന്തിനെ സൂചിപ്പിക്കും? മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കും. മിഡിൽ ഫിംഗർ എന്തിനെ സൂചിപ്പിക്കും? കറണ്ടിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കും. അപ്പൊ നമുക്ക് ഇതിൽ ഫോഴ്സ് കണ്ടുപിടിക്കണേ. ബാക്കി രണ്ട് ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ അറിയാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്ക്രീനിൽ കാണുന്ന അതേ ഡയറക്ഷനിൽ നിങ്ങളെ ഫിംഗേഴ്സ് പോയിന്റ് ചെയ്യുക. എങ്ങനെ പോയിന്റ് ചെയ്യും? ആദ്യം നമുക്ക് ഫീൽഡ് കറക്റ്റ് ആയിട്ട് വയ്ക്കാം. ഫീൽഡ് എന്ന് പറയുമ്പോൾ പോയിന്റിംഗ് ഫിംഗർ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്. അപ്പൊ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് തന്നെയാണ് എന്റെ ഫോർ ഫിംഗർ പോയിന്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കറണ്ട് പുറത്തോട്ട് വരുന്നതായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ? പക്ഷെ നമ്മുടെ ഫിഗറിൽ എന്താണ്? കറണ്ട് അകത്തോട്ടാണ് പോകുന്നത്. അപ്പൊ ഇതിനെ ഞാൻ ഇങ്ങനെ പതുക്കെ നേരെ ഇങ്ങനെ തിരിച്ചു. ഇപ്പൊ എന്ത് സംഭവിച്ചു? കറണ്ട് അകത്തോട്ട് പോകുന്നതാവുന്നുണ്ട്. ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ബാക്കി രണ്ട് ക്വാണ്ടിറ്റീസിന്റെയും ഡയറക്ഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത് എന്താണ്? തമ്പിന്റെ ഡയറക്ഷൻ ഫോഴ്സിനെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെയല്ലേ? അല്ലെ? അത് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. സി, മിഡിൽ ഫിംഗർ കറണ്ട് അകത്തോട്ട് പോകുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്, ഈ ഡയറക്ഷനിലോട്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം എന്താണ്? ഫോഴ്സിന്റെ ഡയറക്ഷൻ താഴോട്ടായിരിക്കും. അതൊക്കെ ആണല്ലോ. അപ്പം എ ബി എന്ന് പറയുന്ന പോർഷനിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ താഴോട്ട്. അങ്ങനെയാണെങ്കിൽ സി ഡിയിൽ നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്ത് എങ്ങനെയായിരിക്കും? ഞാൻ വീണ്ടും ഒന്നുകൂടെ കാണിക്കുന്നു. സി ഡി എന്ന് പറയുന്ന കണ്ടക്ടറിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. സി ഡി എന്ന് പറയുന്ന കണ്ടക്ടറിൽ ഞാൻ ആദ്യം നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോകുന്നതായിട്ട് ഫീൽഡ് അറേഞ്ച് ചെയ്തു. എന്റെ പോയിന്റിംഗ് ഫിംഗർ കറണ്ട് പുറത്തോട്ടാണ് വരുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഡയറക്ഷൻ. ഫിംഗർ നിങ്ങളെ പോയിന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഓക്കെ, അപ്പം അത് പുറത്തോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് തമ്പ് എങ്ങനെയായിരിക്കുന്നത്? തമ്പ് മുകളിലോട്ട്, അതായത് ഫോഴ്സിന്റെ ഡയറക്ഷൻ മുകളിലോട്ടായി. അതാണ് ഈ ഇമേജിനകത്തും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഫോഴ്സ് ആദ്യം നമുക്ക് കറണ്ട് നോക്കാം. കറണ്ട് പുറത്തോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് അല്ലെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം എ ബി എന്ന് പറയുന്നതിൽ ഫോഴ്സ് താഴോട്ട്, സി ഡി എന്ന് പറയുന്നതിൽ ഫോഴ്സ് മുകളിലോട്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ആയിട്ട് ഒരു സാധനം ഇരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷൻ, മറ്റൊരു സൈഡിൽ നിന്ന് ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ടോർക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സൈഡിൽ മുകളിലോട്ടൊന്നും ഒരു സൈഡിൽ നിന്ന് താഴോട്ടും പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു റൊട്ടേറ്റ് ചെയ്യുക. അത് സെന്റർ ഒരു ആക്സസ് ഉണ്ടെങ്കിൽ ആ ആക്സസിനെ റെഫറൻസ് ആക്കി എടുത്ത് അത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പൊ അതെങ്ങനെ നമുക്ക് നോക്കാം. ഞാനിതൊന്ന് ഈ വരച്ചതൊന്ന് മാറ്റോട്ടെ. ഫോഴ്സിന്റെ ഡയറക്ഷൻ സി ഡിയിൽ അപ്വേർഡ് ഡയറക്ഷൻ, എ ബിയിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? ഒരു സൈഡിൽ ഫോഴ്സ് മുകളിലോട്ട് പുഷ് ചെയ്യുന്നു, എ ബി എന്ന് പറയുന്നതിൽ താഴോട്ട് പുഷ് ചെയ്യുന്നു. അപ്പൊ ഇത് ഇങ്ങനെ കറങ്ങാനുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ട്. അതാണ് ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും ലോറൻസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ. ഓക്കെ, സി നിങ്ങൾ ഇത് നോക്കി ഒരു റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യണം. അതായത് മോട്ടറിന്റെ ആപ്ലിക്കേഷൻ ആണ് അല്ലെ? മോട്ടർ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്ത് ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തില്ലേ? സോ അത് തന്നെയാണ് നിങ്ങൾ ലിങ്ക് ചെയ്യേണ്ട കാര്യവും. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ഇറ്റ്. അപ്പൊ ഇത് ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ലോസ്. ദെൻ വിൽ സ്റ്റാർട്ട് ദി മൊഡ്യൂൾ 1, ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലെ മൊഡ്യൂൾ 1 നമ്മൾ. സോ മൊഡ്യൂൾ 1 നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് മെഷർമെന്റ്സ് എന്തിനാണ് ആവശ്യം, മെഷർമെന്റ് എന്ന് പറയുന്നത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്,
അതിൽ എന്തൊക്കെ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് എന്തൊക്കെ ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇത് ഇത്രയാണ് മൊഡ്യൂൾ 1 മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, ഏത് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് എടുത്താലും അതിനകത്ത് നടക്കുന്ന ഫങ്ഷണാലിറ്റിയെ, ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ, അതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ഒരു ആവശ്യത്തിനനുസരിച്ച് രൂപകൽപ്പന ചെയ്യുക, അതാണ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് പ്രോസസ് ഇൻവോൾവ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ദ ഡിസൈൻ പാർട്ട്. അതിനെ ഡിസൈൻ ചെയ്യുക, രൂപകൽപ്പന ചെയ്യുക. ദെൻ അത് വൺസ് ഡിസൈൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അത് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ ആ പ്രോഡക്റ്റ് എത്തും. അതിനുശേഷം വരുന്നത് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ആണ്. അത് പ്രവർത്തിപ്പിക്കുന്നതും അതിനെ പരിപാലിച്ചു പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. സോ in all branches of engineering there are basically two process involved. They are, first one is design of an equipment or an instrument. Okay, design of an equipment or an instrument. ഇതിനെ നമ്മൾ നോർമലി വിളിക്കുന്ന ഒരു പേരുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇതിനെ നിങ്ങൾ നോർമലി കേട്ടിട്ടുള്ളത് R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. സോ റിസർച്ച് ആൻഡ് ഡെവലപ്പ് ചെയ്യുക, അതായത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു പഠനം നടത്തി അതിനെ ആവശ്യാനുസരണം രൂപകൽപ്പന ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനെയാണ് R&D എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പ്രോസസ് ഇസ് ഡിസൈൻ ഓഫ് എൻ എക്യുപ്മെന്റ് ഓർ എൻ ഇൻസ്ട്രുമെന്റ്. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു, അതിനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു ഫാക്ടറി ലെവലിൽ, നമ്മൾ അത് കഴിഞ്ഞ് ഒരു യൂസറിന്റെ കയ്യിൽ എത്തിച്ചു. അപ്പം നിങ്ങളുടെ ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ എടുക്കുക. അപ്പം പല മോഡലിൽ പല ഫങ്ഷണാലിറ്റിയിൽ മൊബൈൽ ഫോൺസ് വരുന്നുണ്ട്, അല്ലേ? അപ്പം നിങ്ങൾക്കിപ്പം പണ്ടൊന്നും വൈഫൈ ഇല്ലായിരുന്നു. അപ്പോൾ വൈഫൈ എന്ന് പറയുന്ന ഒരു ടെക്നോളജി വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? മൊബൈൽ ഫോൺ മാനുഫാക്ചറേഴ്സ് അതിന് ആ വൈഫൈ എന്ന് പറയുന്ന മൊഡ്യൂള് മൊബൈൽ ഫോണിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പൊ അതിനനുസരിച്ച് ഡിസൈനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ ആ ഡിസൈൻ പാർട്ട് ചെയ്ത് ഫാക്ടറിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യേണ്ട ആരാണ്? നിങ്ങളാണ്. അപ്പം കസ്റ്റമറിലോട്ട് എത്തിച്ചു കഴിഞ്ഞു. അപ്പൊ കസ്റ്റമറാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതും അതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതും. ഓക്കെ, so the second part will be operation and maintenance of the equipment. So once again I'm repeating, there are two processes involved. That is, there is two processes involved. First is design, or you can call it as research and development. Second one is operation and maintenance, that is O&M. Okay, അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഞാൻ എന്തിനാണ് മെഷർമെന്റ്സിൽ ഇത് പറയുന്നത്? നിങ്ങൾക്ക് ഡിസൈൻ പാർട്ടിലായാലും ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് പാർട്ടിലായാലും മെഷർമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മെഷർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം നമുക്ക് ഡിസൈനിന്റെ കേസ് എടുക്കാം. ഡിസൈനിന്റെ കേസ് എടുക്കുമ്പോൾ ഒരു വൈഫൈ മൊഡ്യൂളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ വൈഫൈ മൊഡ്യൂളിൽ അതിന്റെ റിക്വയർമെന്റ് ആയിരിക്കും, അതിന്റെ ആവശ്യകത ആയിരിക്കും ഇത്ര സ്പീഡിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം, അല്ലേ? അതായിരിക്കാം. അപ്പം അവിടെ എന്താണ്, ഇത്ര കപ്പാസിറ്റി, ആ യൂണിറ്റ് ഉണ്ട്, എത്രയാണ് വേണ്ടത് എന്ന് നമുക്ക് മെഷർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഡിസൈൻ പാർട്ടിൽ നമ്മൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചത് മാച്ച് ചെയ്യണമെന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ ഒരു മെഷർമെന്റ്, നമുക്ക് അളവ് പോലെ അല്ലെങ്കിൽ അളക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്, മെഷർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. സോ ഡിസൈൻ പാർട്ടിൽ നമുക്ക് മെഷർമെന്റിന്റെ ആവശ്യമുണ്ട്. കറക്റ്റ്. സോ സെക്കൻഡ് വൺ, ഇനി ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്. അപ്പൊ ഡിസൈൻ പാർട്ടിൽ അവർ ടെസ്റ്റ് ചെയ്തു, ഓക്കെ ഇത്രയും ഡേറ്റ ട്രാൻസ്ഫർ ഒക്കെ നടക്കുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ എത്തിയതിനു ശേഷം കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉറപ്പുവരുത്തണം ഈ സാധനം കറക്റ്റ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും? നമ്മളൊരു നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ മ്യൂച്വലായിട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള സ്പീഡ് നമുക്ക് കാണാൻ പറ്റും. ഇത്ര സ്പീഡിൽ 1 MB per സെക്കൻഡിലാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് വിചാരിക്കുക. പക്ഷെ കമ്പനി അവകാശപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 5 MB per സെക്കൻഡ് ഒക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാലക്രമേണ നിങ്ങൾ ഉപയോഗിച്ച് വന്നതിന്റെ പഴക്കം കൊണ്ട് അത് ഒരു 2.5 MB-ലോട്ടോ 2.5 MB per സെക്കൻഡിലോട്ടോ അല്ലെങ്കിൽ
1 MB/സെക്കൻഡിലോട്ട് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇതിന്റെ പെർഫോമൻസിന് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ആ ഒരു ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡിൽ വന്ന കുറവാണ്. അപ്പൊ അവിടെയും നമ്മൾ ഡേറ്റ ട്രാൻസ്ഫറിനെ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ദ എഞ്ചിനീയറിംഗ് പ്രോസസ് മെഷർമെന്റ് പ്ലേസ് എ വൈറ്റൽ റോൾ, വെദർ ഇറ്റ് ബി ഡിസൈൻ or operation and maintenance. So in both these stages measurement plays a vital role. Okay, so ഇത് എങ്ങനെയാണ് ഇനി ഇത് ഫർദർ ആയിട്ട് മെഷർമെന്റ്സിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും. നിങ്ങൾ എല്ലാവരും ആദ്യത്തെ 2 വീഡിയോയും കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ you know that there is a discussion forum in Google Classroom. You can comment on it. കമന്റ് ചെയ്യുന്നതനുസരിച്ച് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് എല്ലാവരുടെ ഡൗട്ടും കൂടെ ഒരുമിച്ച് ക്ലിയർ ചെയ്താൽ ദാറ്റ് വിൽ ബി ബെറ്റർ ഐ ഗെസ്. സോ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതിന്റെ ടെസ്റ്റ് ഞാൻ നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ ലൈവ് ആക്കാൻ ശ്രമിക്കുന്നതാണ്. സോ യു പീപ്പിൾ ക്യാൻ അറ്റൻഡ് ദ ടെസ്റ്റ്. മേ ബി ഇത് എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല കിട്ടുന്നത്. ചിലപ്പോൾ റാൻഡം ആയിട്ടായിരിക്കും. ചിലപ്പം 10 പേർക്ക് സെയിം ക്വസ്റ്റ്യൻ കിട്ടും. ചിലപ്പം not even 2 persons will be having the same question. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാൻ if the time allows I'll do that. എനിക്കിത് നോർമലായിട്ട് ഞാനിത് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഒരാൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസർ കണ്ടുവച്ച് ബാക്കിയുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാം. അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എനിക്കോ ഇവിടെയുള്ള സാറുമാർക്കോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനോ വേണ്ടിയിട്ടല്ല നിങ്ങളിത് ചെയ്യുന്നത്. ഇറ്റ്സ് ഫോർ യുവർ ബെനിഫിറ്റ് ആൻഡ് ഫോർ യുവർ നോളജ്. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രോസസ്സും നിങ്ങൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്ന ടൈമും രണ്ടും വേസ്റ്റ് ആയിട്ട് തന്നെ പോകും. സോ ബി സിൻസിയർ ഗൈസ്. ഇതിനകത്ത് സിൻസിയറായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ ആവശ്യമില്ലാതെ എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നിങ്ങളിതിപ്പം ചെയ്തെന്ന് പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് നേട്ടമോ നഷ്ടമോ ഒന്നുമില്ല. വെദർ ഇറ്റ് ബി എ ഗെയിൻ ഓർ ലോസ് ഇറ്റ് വിൽ ബി ഓൺ യു പീപ്പിൾ ഓൺലി. സ്റ്റുഡൻസിനാണ് അത് സംഭവിക്കുന്നത്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് ഒരു സൈക്കിളായിട്ട് വരുമ്പോഴത്തേക്കും അത് ടീച്ചേഴ്സിനെ ബാധിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഡെലിവർ ചെയ്തത് നിങ്ങളത് കറക്റ്റായിട്ട് പഠിച്ചിട്ടല്ലാതെ അറ്റൻഡ് ചെയ്തെങ്കിൽ നിങ്ങൾക്കാണ് ദോഷം വരുന്നത്. ദാറ്റ്സ് ഇറ്റ്. സോ ബി സിൻസിയർ ടു വാട്ട് എവർ യു ആർ ഡൂയിങ്. സിൻസിയറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് വെറുതെ ഉപദേശമായിട്ടൊന്നും കണക്കാക്കണ്ട. ഇറ്റ്സ് ഫോർ യുവർ ഗുഡ് ഓൺലി. നിങ്ങൾക്ക് സ്വീകരിക്കാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ബട്ട് വിൽ മേക്ക് ഷുവർ ദാറ്റ് ദർ will be a different set of questions for the students. Okay, and we'll try to minimize the malpractice if at all you are planning to do. എന്തെങ്കിലും ആവശ്യമില്ലാത്ത പരിപാടികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിൽ ട്രൈ ടു മെയിൻറ്റെയിൻ. വി ഹാവ് ദ മെത്തേഡ്സ്. അത് ചെയ്യാത്തതാണ് കഴിഞ്ഞ സെമ്മിൽ ഉള്ള നമ്മുടെ ഓൺലൈൻ പ്രൊസീജിയറിലൊക്കെ. നമുക്ക് അത്രയും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വി ഹാഡ് എ ട്രസ്റ്റ് ഓൺ യു. ബട്ട് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് പലരും അത് ബ്രേക്ക് ചെയ്തു എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, ബട്ട് ഡോണ്ട് ഡു ദാറ്റ് അറ്റ്ലീസ്റ്റ് ഇൻ ഫ്യൂച്ചർ. Okay, so we'll see you in the next video with further discussion on measurements. Hope you guys are safe and enjoyed the session. Thank you so much.